ഹലോ ഫ്രണ്ട്സ്, വെള്ളൂനാടൻ ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു ഈവനിങ് വ്ളോഗാണ് കേട്ടോ. അപ്പോൾ വൈകുന്നേരത്താണ്, ഒരു 5 മണി ആ സമയമൊക്കെയാണ് കേട്ടോ. അപ്പോൾ അമ്മ TV കാണലൊക്കെ കഴിഞ്ഞ് വന്ന് അമ്മ മുറ്റമൊക്കെ അടിക്കൽ കഴിഞ്ഞു. അപ്പോൾ വൈകുന്നേരം ചായക്ക് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചില്ല. പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല. 2 ദിവസമായിട്ട് ഏട്ടനെ അലർജി, പൊടിയൊക്കെ അടിച്ച് അലർജി ആയിട്ട് ഏട്ടനെ പണി ഉണ്ടായിട്ടില്ല. അപ്പോൾ ചായക്ക് കടിക്ക് ഒന്നുമില്ല കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ ഗോതമ്പ് പൊടി മാത്രം നമ്മുടെ റേഷൻ കടയത്തെ. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കാൻ വിചാരിച്ചു. അപ്പോൾ ഉപ്പൊക്കെ ഇട്ട് കുഴച്ച് വെച്ച് കുറച്ച് തേങ്ങയൊക്കെ ഉണ്ടാക്കി ഉണ്ട പിടിക്കാനുള്ള പുറപ്പാട്ടോ. ആദ്യമൊക്കെ എൻ്റെ അമ്മ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ, നമ്മുടെ ജയിലിലൊക്കെ ഗോതമ്പുണ്ടയാണ് കിട്ടുകയെന്ന്. അതുപോലെ ഇന്ന് നമ്മുടെ ചായക്കും ഗോതമ്പുണ്ടയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ മുറ്റടിക്ക് കഴിഞ്ഞ് അമ്മ കുളിക്കാനുള്ള വെള്ളമൊക്കെ ചൂടാക്കാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ തീയൊക്കെ വിറകൊക്കെ ഇപ്പോൾ ഭയങ്കര കമ്മിയാണ് കേട്ടോ. അപ്പോൾ തീയൊക്കെ പിടിച്ചിട്ട് ഭയങ്കര പാടാണ്. ഇന്ന് അത്യാവശ്യം തരക്കേടില്ലാത്ത വെയിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ തുണികളൊക്കെ അത്യാവശ്യം നല്ലപോലെ ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഓരോ പണികളൊക്കെ കഴിഞ്ഞ് അമ്മ വെള്ളം ചൂടാക്കാൻ തുടങ്ങി. പിന്നെ കാണുന്ന നമ്മുടെ പാടത്തുള്ള വൈകുന്നേരത്തെ വ്യൂ ആണ് കേട്ടോ. അത്യാവശ്യം തരക്കേടില്ലാത്ത വെയിലൊക്കെ ഉണ്ടവിടെ നല്ല രസമൊക്കെ ഉണ്ട് കാണാൻ. അത് കഴിഞ്ഞ് നേരെ നമ്മൾ പാത്രങ്ങളൊക്കെ കഴുകാൻ പോയി കേട്ടോ. പാത്രങ്ങളൊക്കെ ഉണ്ട നമ്മുടെ അടുപ്പത്തിരുന്ന് വേവണുണ്ട്. അപ്പോഴേക്കും പാത്രങ്ങളൊക്കെ കഴുകിയിട്ട് വരാമെന്ന് വിചാരിച്ച് നമ്മൾ വേഗം പാത്രം കഴുകാനൊക്കെ പോയി. പാത്രമൊക്കെ കഴുകി വെച്ച് വരുമ്പോഴേക്കും ഇത് അത്യാവശ്യം വേവൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അത് മാറ്റി വയ്ക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ പാത്രം കഴുകിയിട്ട് വെള്ളം വാരാനൊക്കെ ഈ ഒരു വട്ടയിലിട്ടിട്ട്, ഈ നീല വട്ടയിലിട്ടിട്ടാണ് വയ്ക്കുക. വെള്ളമൊക്കെ വാർന്നു കഴിഞ്ഞാൽ മുകളിലത്തെ ഇതൊക്കെ നമ്മൾ അടുക്കി വയ്ക്കും. അപ്പോൾ ആ വെന്ത് വന്നിട്ടുണ്ട് നമ്മുടെ കുഴക്കട്ട എന്നൊന്നും പറയാൻ പറ്റില്ല, ഒരു ഉണ്ട എന്ന് പറയാം. അപ്പോൾ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. കണ്ണനും കാശിക്കുട്ടനൊന്നും കഴിക്കുമെന്നൊന്നും അറിയില്ല. എന്നാലും ചായക്ക് എന്തെങ്കിലും, എനിക്കെപ്പോഴും ചായക്ക് എന്തെങ്കിലും കടിക്കാൻ വേണം കേട്ടോ. എനിക്കായാലും പിള്ളേർക്കായാലും കേട്ടോ. അപ്പോൾ നമ്മൾ ആ നടു പൊളിച്ചിട്ടൊന്ന് നോക്കി കയ്യിലുകൊണ്ട്. അപ്പോൾ അത് സെറ്റായി വന്നിട്ടുണ്ട്. അപ്പം ഒന്ന് എടുത്ത് മാറ്റാമെന്ന് വിചാരിച്ചു കേട്ടോ. ചായ വെച്ചിട്ടില്ല, ചായക്ക് വെള്ളം വയ്ക്കണം ഇനി. അങ്ങനെ നമ്മുടെ ഗോതമ്പുണ്ടൊക്കെ ആയി വന്ന് നമ്മൾ മാറ്റി വെച്ചു കേട്ടോ. എന്നിട്ട് ചായക്കുള്ള വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ചു. അപ്പോൾ ഇന്നത്തെ നമ്മൾ വെക്കുന്നത് ബ്രൂ കോഫിയാണ് കേട്ടോ വെക്കുന്നത്. ഇവിടെ അമ്മയ്ക്കൊന്നും വലിയ ഇഷ്ടമൊന്നുമില്ല. നമ്മുടെ മുരിങ്ങക്കായ ഉണ്ട്, അതൊക്കെ എടുത്ത് നമ്മൾ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചു. അമ്മയ്ക്ക് വലിയ ഇഷ്ടമില്ല, എന്നാലും ഒന്നും ഉണ്ടാക്കാമെന്ന് തോന്നിയിട്ട് ഞാൻ മേടിച്ചതാണ് കേട്ടോ. അപ്പം അമ്മയ്ക്ക് ചായ വെക്കുന്നതാണ് ഇഷ്ടം, പാൽ ചായ വെക്കുന്നത്. ഇന്നാണ് ബ്രൂവും കൊണ്ടൊരു കോഫി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ച് നമ്മൾ ബ്രൂ ഒക്കെ പൊട്ടിച്ച് ഇട്ടു, പാലൊക്കെ ഒഴിച്ചു. അപ്പോൾ അത് തിളച്ച് വരണുണ്ട് കേട്ടോ. മരുന്നൊക്കെ കഴിച്ച് ഏട്ടൻ നല്ല ഉറക്കമായിരുന്നു കേട്ടോ. അപ്പോൾ ഉറക്കമൊക്കെ കഴിഞ്ഞ് നീറ്റ് വന്നിട്ട് എൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഏട്ടൻ പറഞ്ഞൊന്നും കഴിച്ച് നോക്കട്ടെ. ഏട്ടന് ഇത് ഇഷ്ടമൊന്നും ഇല്ല കേട്ടോ. എന്നാൽ അരിയും കൊണ്ട് ഉണ്ടാക്കി ഉണ്ടയാണെന്ന് വെച്ചാൽ പിന്നെ ഇഷ്ടമാണ്. ഈ ഗോതമ്പ് കൊണ്ട് വലിയ ഇഷ്ടമൊന്നും ഇല്ല കേട്ടോ. എന്നാലും ഉണ്ടാക്കിയതല്ലേ എന്ന് പറഞ്ഞിട്ട് ഏട്ടൻ കഴിക്കുന്നുണ്ട്. ഒരെണ്ണമൊക്കെ എടുത്ത് ടേസ്റ്റ് ഉണ്ട് വെച്ചപ്പോൾ ഇല്ലടി ഒരു കയ്പ്പുണ്ട് ചെറുതായിട്ട് എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ റേഷൻ കടയത്തെ പൊടിയല്ലോ ഉണ്ട്, ചെറിയ കയ്പ്പൊക്കെ ഇടണം, കടയത്തെ പൊടിയൊന്നും ഇല്ലല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്നാലും ഒരെണ്ണമൊക്കെ എടുത്ത് കഴിച്ചു കേട്ടോ. അങ്ങനെ നമ്മുടെ ചായ ആയി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചായ കുടിക്കഴിഞ്ഞാൽ അടുത്ത് എല്ലാവരും കൂടി ഇരുന്നിട്ട് ചായ കുടിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. നമ്മുടെ വീഡിയോൻ്റെ താഴെ ഏറ്റവും കൂടുതൽ വരുന്ന കമൻറ്റാണ് കേട്ടോ, നമ്മളെല്ലാവരും കൂടി ഇന്ന് ചായ കുടിക്കായാലും ചോറ് ഉണ്ണായാലും എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ചെയ്യണത് കേട്ടോ. അപ്പോൾ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെയാണ് കേട്ടോ. ഇനി ഏട്ടൻ പണിക്ക് പോയാലോ ഞാൻ ജോലിക്ക് പോയാലോ ഒക്കെ എല്ലാവരും വന്നതിന് ശേഷമുള്ളൊരു ചായ കൂടി ഒരുമിച്ച്. രാവിലെ പിന്നെ അത് പറ്റില്ല, രാവിലത്തെ പണിയും കാര്യങ്ങളും എല്ലാവർക്കും ആയിട്ട് അത് നടക്കില്ല. പക്ഷെ നമ്മളുള്ള ദിവസം, എല്ലാവരും വീട്ടിലുള്ള ദിവസം ഒരുമിച്ചിരുന്ന് എല്ലാവരും കൂടി ഇരുന്ന് വൈകുന്നേരത്തെ ചായ ഒരുമിച്ച് കുടിക്കും. വൈകുന്നേരത്തെ ഫുഡായാലും നമ്മൾ ഒരുമിച്ച് കഴിക്കലോ കേട്ടോ. ചില ദിവസം നമ്മുടെ മക്കളൊക്കെ ഉറങ്ങും, എന്നാലും ഞാനും ഏട്ടൻ്റെ അമ്മയും കൂടി ഇരിക്കും കേട്ടോ. മക്കൾ ഉറങ്ങിയാലും ഞാനും ഏട്ടൻ്റെ അമ്മയും കൂടി ഇരിക്കാറുണ്ട്. പക്ഷെ എല്ലാവരും പറയാറുണ്ട് കേട്ടോ, ഇത് ഭയങ്കര രസമാണ് ഇങ്ങനെ ഇരുന്ന് പറയുന്നത്. അത് നമുക്കായാലും ശരിയാവും. അതിൽ ഒരാൾ നമുക്കൊന്ന് കുറവ്, പിള്ളേരൊന്നും ഉറങ്ങിയാലും ഇനിയിപ്പോൾ ഞാനോ ഏട്ടനോ ഒരു നേരം ഇല്ലെങ്കിലും നമുക്കതൊരു ഭയങ്കര ഇടങ്ങാറാണ് കേട്ടോ. എല്ലാവരും കൂടെ സംസാരിച്ചിരുന്ന് ഫുഡൊക്കെ കഴിക്കുകയാണെങ്കിലും ചായ കുടിക്കുകയും അതൊരു രസമാണ്. അതെങ്ങനെ പറഞ്ഞു തരികയെന്ന് നമുക്കറിയില്ല, പക്ഷേ എല്ലാവരും പറയാറുണ്ട് നമ്മുടെ കമൻറ്റ് ബോക്സിലൊക്കെ. അങ്ങനെ ചായ കൂടി കഴിഞ്ഞ് നീറ്റു, പാത്രങ്ങളൊക്കെ കഴുകി വെച്ചു. നമ്മുടെ കോഴിക്കുട്ടന്മാർക്ക് അമ്മ അരിയൊക്കെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. എന്നും നമ്മുടെ വീട് ഇതാണെന്ന് പറയണവരുണ്ട് കേട്ടോ. എന്നും ചായ കുടിക്കുക, ചോറുണ്ണ, അരി, കോഴി എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. ഇല്ലയെന്നല്ല, മോശം കമൻറ്റ് നമുക്ക് വരണൊക്കെ ഉണ്ട്. എന്നും നല്ല കമൻറ്റ് മാത്രമൊന്നുമല്ല വരുന്നത്, മോശം കമൻറ്റ്സും വരണൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ നമ്മുടെ കുട്ടൂസന്മാർ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് വിളക്ക് വയ്ക്കാൻ കേട്ടോ. ഇനി അടുത്ത തയ്യാറെടുപ്പ് പഠിക്കാനുള്ള തയ്യാറെടുപ്പാണ് കേട്ടോ. കാശിക്കിട്ടൊന്ന് തൊഴുക തന്നെയാണ് കേട്ടോ. അപ്പം ഇന്ന് ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു.
ചോറ് കുറച്ച് കമ്മിയുണ്ട്. അപ്പോൾ എന്തായാലും ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ പൊടിയൊക്കെ ഞാൻ കുഴച്ച് വെച്ചായിരുന്നു കേട്ടോ. അപ്പം ഏട്ടൻ ഉണ്ട പിടിച്ച് തരാമെന്ന് പറഞ്ഞിട്ട് ഏട്ടൻ ഉണ്ടയൊക്കെ പിടിക്കുന്നുണ്ട് ചപ്പാത്തി ഉണ്ടാക്കാനുള്ളത്. അങ്ങനെ ഏട്ടൻ ചപ്പാത്തി ഉണ്ടാക്കലും ബൗൾസൊക്കെ പിടിച്ച് വെച്ചായിരുന്നു കേട്ടോ. അപ്പം ഇനി ഞാനാണ് ചപ്പാത്തി ഉണ്ടാക്കാൻ പോകുന്നത്. ഏട്ടൻ ഉണ്ടാക്കുമെന്നൊക്കെ ഞാൻ ചോദിച്ചപ്പോൾ എടി ഷേപ്പൊന്നും വരില്ല ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ, നീ തന്നെ ഉണ്ടാക്കിയാൽ മതി എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പം ഞാൻ ഏട്ടനിങ്ങനെ ഓരോന്ന് സംസാരിക്കുന്നുണ്ട്. താഴത്ത് അമ്മ ഇരിക്കുന്നുണ്ട്. അമ്മ ഉള്ളിയും കിഴങ്ങിനും നേരാക്കണുണ്ട് കേട്ടോ. അത് ഞാൻ ചപ്പാത്തി കുറച്ച് ഏട്ടനത് ഇപ്പം ഉണ്ടാക്കി വെച്ചതാണ് ഏട്ടനത്. പക്ഷെ ശരിയാവാണ്ടാണ് ഏട്ടനെ അവിടെ വെച്ച്, നീ തന്നെ വന്ന് നിൻ്റെ ചപ്പാത്തി ഉണ്ടാക്കിക്കോ എന്ന് പറഞ്ഞു. അതിൻ്റെ ഇടയിൽ നമ്മുടെ കണ്ണ വരണുണ്ട്. പുതിയ സ്കൂളത്തെ ബുധനാഴ്ചത്തെ യൂണിഫോം കിട്ടിയേക്കാണ് കേട്ടോ. കുറേ ദിവസമായി കൊടുത്തിട്ട് ഇപ്പം കിട്ടണേ ഉള്ളൂ കേട്ടോ. അപ്പോൾ കണ്ണൻ അത് എല്ലാവർക്കും കൊടുന്ന് കാണിക്കുന്നുണ്ട്. അച്ഛന് കൊടുന്ന് വെച്ചിട്ട് കുറേ നേരമായിട്ടോ. പറയാൻ കണ്ണൻ മറന്നിരിക്കണു. എന്താ കണ്ണ ബാഗിൽ ഭയങ്കര കനണ്ടല്ലോ എന്ന് ചോദിച്ചപ്പോൾ അയ്യോ ഒന്ന് യൂണിഫോം കിട്ടിയിട്ടുണ്ട് എന്ന് പറയണം കേട്ടോ. അങ്ങനെ യൂണിഫോമൊക്കെ കാണിച്ചു തന്നു. ഒരു മയിൽപ്പീലി കളറാണ് യൂണിഫോം. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. കാണാൻ നല്ല ചേർച്ചയുണ്ട്. ഇന്ന് കാശിക്കൂട്ടൻ ചാക്കിലെടുത്ത് വെച്ച് കളി സാധനങ്ങൾ ഫുള്ള് എടുത്ത് പുറത്തേക്ക് ഇടുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ കറി വയ്ക്കാൻ നോക്കാം. അമ്മ പറഞ്ഞാൽ ഞാൻ പരത്താം, നീ ഇന്ന് കറി വയ്ക്കാൻ നോക്കിക്കോ, ചപ്പാത്തിക്കുള്ള കറി വയ്ക്കാൻ നോക്കിക്കോ എന്ന് പറഞ്ഞു. ഏട്ടനാണെന്ന് വെച്ചാൽ അതിനുള്ള തേങ്ങയൊക്കെ ചിലവി തരുന്നുണ്ട്. കാശിക്കൂട്ടൻ നല്ല കളിയാണ് കേട്ടോ. ഇല്ലെങ്കിൽ ആൾക്ക് കൊച്ചു ടി വി വെക്കണമെന്ന് പറയും. അപ്പോൾ കളിക്കുകയാണെന്ന് കളിച്ചോട്ടെ എന്ന് പറഞ്ഞിട്ട് ഏട്ടൻ ചീത്തയൊക്കെ പറഞ്ഞു, കൊച്ചു ടി വി വെക്കേണ്ട, കുറേ നേരം അതിൽ കാണണമെന്ന്. നമ്മുടെ കണ്ണൻ ഇരുന്ന് സരിഗമ പഠിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ കണ്ണാ നിന്നെ കാണണില്ല, ഒന്ന് കയറിയിരിക്കുമെന്ന് പറയണം കേട്ടോ. കണ്ണൻ കുറേ നേരമായിട്ട് പഠിക്കാനൊക്കെ തുടങ്ങിയിട്ട്. അങ്ങനെ അമ്മ ചപ്പാത്തി ഇരുന്ന് വറുത്തുന്നുണ്ട്. ഏട്ടൻ തേങ്ങ ചിരവണുണ്ട്. കാശിക്കൂട്ടൻ നല്ല കളിക്കലുണ്ട്. അതിൻ്റെ ഓരോന്ന് സ്കൂറും കാര്യങ്ങളൊക്കെ ഊരണുണ്ട്. കത്തിയും മടാളൊക്കെ എടുത്തിട്ട് പോകുന്നുണ്ട് കേട്ടോ അത് ഊരാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഓരോരുത്തരും ഓരോ പണികൾ ചെയ്തുകൊണ്ടിരിക്കട്ടോ. കൂട്ടത്തിൽ ഞാൻ അവിടെ കറിക്കുള്ളതൊക്കെ സെറ്റാക്കണുണ്ട്. അമ്മ ചപ്പാത്തി പരത്തി ഇരിക്കണേക്കായി മുന്നേ എനിക്ക് ഉള്ളിയും കിഴങ്ങൊക്കെ നന്നാക്കി തന്നായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അതൊക്കെ എടുത്ത് കുക്കറിലേക്ക് ഇടുകയാണ്. നമ്മുടെ ഗ്രീൻ പീസും ഉള്ളിയും കിഴങ്ങും അതൊക്കെ എടുത്ത് കുക്കറിലേക്ക് ഇടുന്നുണ്ട് കേട്ടോ. നമ്മുടെ വീട്ടിൽ ഇന്നൊരാൾ ചെയ്തേട്ടെ എന്ന് പറഞ്ഞിട്ട് ആരും നോക്കി നിൽക്കാറില്ല. ഏട്ടനായാലും ഞാനായാലും അമ്മ ആയാലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തിട്ട് എല്ലാ പണികളും ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നാൾ ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് നിൽക്കാറില്ല. പരസ്പരം എല്ലാ പണികളും അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യട്ടോ. അപ്പോൾ നമ്മുടെ കഷ്ണമൊക്കെ അടുപ്പത്ത് വെച്ചു, ഗ്യാസൊക്കെ കത്തിച്ചു, നമ്മുടെ ഗ്രീൻ പീസ് അടുപ്പത്ത് വെച്ചു കേട്ടോ. ഏട്ടൻ തേങ്ങ ചിരവി തന്നിട്ടുണ്ട് എനിക്ക്. അപ്പോൾ ഇനി തേങ്ങ ഒന്ന് വറുക്കണം, എന്നിട്ടൊന്ന് അരച്ചൊഴിക്കണം. എനിക്ക് പച്ചത്തേങ്ങ അരച്ചിടാൻ വലിയ ഇഷ്ടമില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ 2 വിസിൽ വന്നിട്ടുണ്ട്. ഇനി ഒരു വിസിലും കൂടി വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഗ്രീൻ പീസ് വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പച്ചത്തേങ്ങ അരച്ചിടാൻ ഇഷ്ടമില്ല. അപ്പോൾ നമ്മൾ തേങ്ങ നന്നായി വറുത്തിട്ട് അതിൽ മല്ലിയും മുളകും ചിക്കൻ മസാലയൊക്കെ ഇട്ടിട്ട് അങ്ങനെ എന്നിട്ട് അരച്ചൊഴിക്കാറ്. അപ്പോൾ നല്ല ടേസ്റ്റിയാണ് കേട്ടോ. ഞാൻ അങ്ങനെ ഉണ്ടാക്കുക, എനിക്ക് നല്ല ഇഷ്ടമാണ്. നിങ്ങൾ അങ്ങനെ വെച്ചിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അങ്ങനെ തേങ്ങയൊക്കെ വറുത്തരച്ച് ഒഴിച്ചു കേട്ടോ. അപ്പം നമ്മുടെ കാശിക്കുട്ടനെ തോക്കൊക്കെ എടുത്ത് കളിക്കുന്നുണ്ട്. അച്ഛമ്മോട് ഇത് ഇങ്ങനെ ഉരട്ടെ, ഇത് അപ്പുറത്ത് ഉരട്ടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ കാശിക്കുട്ടനെ ആരാവണം എന്ന് ചോദിച്ച് നമ്മുടെ കാശിക്കുട്ടൻ പറയും മിലിറ്ററിക്കാരനാവണം എന്നാട്ടോ പറയാറ്. അപ്പം അധികം പൂരങ്ങൾക്കൊക്കെ പോയി കഴിഞ്ഞാൽ കാശിക്കുട്ടൻ ഏറ്റവും കൂടുതൽ മേടിക്കുന്ന തോക്കാണ് കേട്ടോ. പല തരത്തിലുള്ള തോക്കുകളാണ് മേടിക്കാറ്. അപ്പോൾ അങ്ങനെ അത് കറിയൊക്കെ ആയതിനു ശേഷം നേരെ പോയി പിന്നെ ചപ്പാത്തി ചൂടാനാട്ടോ. അപ്പോൾ ഒരു 10 ദിവസം കഴിഞ്ഞ് ഗ്യാസൊക്കെ നിറച്ചിട്ട്, അപ്പോൾ ഇനി അടുത്ത ഓണല്ലേ വരുന്നത്, പെട്ടെന്ന് എങ്ങാനും കഴിഞ്ഞാലോ എന്ന് വിചാരിച്ചിട്ട് പുറത്തായിട്ട് അധികം ചപ്പാത്തിയും ദോശയൊക്കെ ഓൾറെഡി എപ്പോഴും പുറത്താണ് ഉണ്ടാക്കാറ്. ഗ്യാസ് കൂടുതൽ ചിലവായി. ഇപ്പോൾ ഗ്യാസിന് ഭയങ്കര വിലയല്ലേ. പിന്നെ ഒന്നാമത് ഏട്ടൻ മാത്രമേ പോകണുള്ളൂ, ഞാൻ പോകണില്ല, ഞാനും അമ്മയും പോകണില്ല. അപ്പോൾ അതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ പുറത്താണ് ഉണ്ടാക്കാറ്. അങ്ങനെ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു. ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നേരെ കുളിക്കാൻ പോയി കേട്ടോ. അച്ഛനും മക്കളും നല്ല കളിയാണ് കേട്ടോ. നമ്മുടെ കട്ടയൊക്കെ നമ്മുടെ ചാക്കിൽ കട്ടയൊക്കെ കുറേ എടുത്ത് വെച്ചായിരുന്നു. അച്ഛനും മക്കളൊക്കെ അതെടുത്ത് പുറത്തേക്കൊക്കെ ഇട്ട് നല്ല കളിക്കാണ് കേട്ടോ. ഇല്ലെങ്കിലേ കൊച്ചു ടി വി കാണാമെന്ന് പറയുള്ളൂ. അപ്പോൾ ഏട്ടൻ എന്ത് പറഞ്ഞു വെച്ചിട്ട് ടി വി നിർത്തി വെച്ചോളൂ, നമുക്കിരുന്ന് കളിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛനും മക്കളും ഇരുന്ന് കളിക്കാൻ കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ എല്ലാവരും കൂടി ഫുഡ് കഴിക്കായിരുന്നു കേട്ടോ. കാശിക്കൂട്ടൻ അപ്പോഴാണ് ടി വി വെച്ച് കൊടുത്തത്. കുറേ നേരം കൊച്ചു ടി വി വെക്കണമെന്നൊക്കെ പറയണൊക്കെ ഉണ്ട്. ഏട്ടൻ സിനിമയാണ് കേട്ടോ വെച്ചത്. അങ്ങനെ നമ്മൾ കട്ടൻ ചായ ഉണ്ടാക്കിയിരുന്നു കേട്ടോ. അപ്പോൾ കട്ടൻ ചായയും ഗ്രീൻ പീസ് കറിയും ചപ്പാത്തിയും കണ്ണനൊക്കെ നല്ല ഇഷ്ടമായി എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ. ബൈ ബൈ, സീ യു.